നമസ്കാരം. നമ്മൾ വെൻഡിങ് മെഷീന് വേണ്ടിയിട്ടുള്ള ഒരു കോഡ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന്റെ പ്രോസസ്സിലാണ്. കോഡ് നമ്മൾ ബിൽഡ് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. പക്ഷെ അതിൽ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അത്ര ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് എങ്ങനെ നമ്മുടെ കോഡിനെ ബെറ്റർ ആക്കാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, നമുക്ക് ടൈമിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച്. നമ്മൾ ടൈമിനെ പ്രോഗ്രാമിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിന്റെ മൊത്തം സമയം എത്ര എടുത്തു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരാളെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ട് ടൈം എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ ഒരു ആവശ്യം ഇല്ല പ്രിന്റ് ചെയ്യേണ്ട. ഇപ്പൊ ലൈൻ നമ്പർ 9 ടു ലൈൻ നമ്പർ 16 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതെല്ലാം പഴയ ആൾക്കാർ തന്നെയാണ്. നമ്മൾ ഫിക്സഡ് ആയിട്ട് ഡിഫൈൻ ചെയ്ത ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിലാകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ലൈൻ നമ്പർ 30 നമ്മളൊരു മാക്സ് വോളിയം ഈക്വൽ ടു 100 എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് മുന്നേ ഇല്ലായിരുന്നു. ഇതെന്തിനാ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് പറയുന്നത് മാക്സിമം കപ്പാസിറ്റി ഓഫ് ദ മെഷീൻ ആണ്. അതായത് നമുക്ക് 100 ലിറ്റർ മാക്സിമം കപ്പാസിറ്റി ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരാള് ഇപ്പം 150 ലിറ്റർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കപ്പാസിറ്റിയിൽ ഡെലിവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കണം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു യൂസറിന് റെസ്ട്രിക്ട് ചെയ്യണം, ഇത്ര ക്വാണ്ടിറ്റിയെ നിങ്ങൾക്ക് ഡിസ്പെൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇതേ കാര്യങ്ങൾ ATM ഉണ്ട് അല്ലേ. ATM കുറെ പൈസ ഉണ്ടെങ്കിലും പെർ യൂസറിന് ഇത്രയേ വിഡ്രോ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്ന് പറഞ്ഞ പോലത്തെ ഒരു കണ്ടീഷൻ നമുക്ക് ഇവിടെയും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു മാക്സ് വോളിയം എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പ്രധാനമായിട്ട് കാണാൻ പോകുന്നത് ഫംഗ്ഷൻസ് ആണ്. അപ്പൊ നമ്മൾ മുന്നത്തെ കോഡിൽ ഒരുപാട് റിപ്പീറ്റേഷൻ കണ്ടിരുന്നു. അപ്പൊ ഈ റിപ്പീറ്റേഷൻ ഒക്കെ ഒഴിവാക്കി നമ്മൾ അവിടെ എല്ലാം ഫംഗ്ഷൻസ് കൊണ്ടുവരാൻ. അപ്പൊ ലൈൻ നമ്പർ 19 ടു ലൈൻ നമ്പർ 23 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾ ടൈം പ്രിന്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുകയാണ്. ഫംഗ്ഷന്റെ പേര് HMS_string എന്നാണ്. അതിലേക്ക് പോകുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് second_elapsed ആണ്. അപ്പൊ നിങ്ങൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു പുതിയൊരു കൺസെപ്റ്റ് ആണെങ്കിൽ നമ്മുടെ പ്രീവിയസ് ലെക്ചേഴ്സ് ഒക്കെ ഒന്ന് നോക്കുക. ഒരു 2 ലെക്ചേഴ്സ് നമ്മൾ ഇതേ ടോപ്പിക് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻ ഡീറ്റെയിൽ പോകുന്നില്ല. മൊത്തത്തിൽ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാനൊന്ന് പറഞ്ഞുതരാം. നമുക്ക് ഹവേഴ്സ്, മിനിറ്റ്സ്, സെക്കൻഡ് അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഈ HMS എന്ന് പറയുന്ന വേരിയബിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ H എന്ന് പറയുന്നത് അവർ ആണ്, M എന്ന് പറയുന്നത് മിനിറ്റ്സ് ആണ്, S എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. അതിനെ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഫോർമുലാറ്റിലേക്ക് പ്രിന്റ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുന്നതാണ് ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി അടുത്ത ഫംഗ്ഷൻ ചെയ്യുന്നത് പേയ്മെന്റിന്റെ കാൽക്കുലേഷൻ ആണ്. നമ്മൾ കുറച്ചുമ്പോ പേയ്മെന്റ് കണ്ടായിരുന്നു. നമ്മൾ എത്രയാണോ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തത്, എത്രയാണോ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തത്, അതേ എമൗണ്ട് തന്നെ കൊടുത്താൽ മാത്രമേ അവിടെ പേയ്മെന്റ് നടക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഡിസ്പെൻസ് ചെയ്ത് കിട്ടുള്ളൂ. പക്ഷെ അതൊരു കറക്റ്റ് മെത്തേഡ് അല്ല. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. അതിലേക്ക് 2 പാരാമീറ്റേഴ്സിനെ വിളിക്കുന്നു, പേയും ടോട്ടലും. ആദ്യം തന്നെ നമ്മളൊരു വൈൽ ലൂപ്പ് ഇടുന്നു. അതിൽ ചെക്ക് ചെയ്യുന്നു പേയ്മെന്റ് ലെസ് ദാൻ ടോട്ടൽ. അപ്പൊ ആ ഒരു കണ്ടീഷൻ നമുക്ക് വേണ്ടാത്തൊരു കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസറിനെ ഇൻഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, പേ എത്രയാന്നുള്ളത് യൂസറിന്റെ അടുത്ത് ചോദിക്കുന്നു. എന്നിട്ട് യൂസറിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്യുന്നു, പ്ലീസ് എൻ്റർ ആൻ എമൗണ്ട് മോർ ദാൻ ദ പേയ്മെന്റ്. ഇതേ കോഡ് നമ്മൾ ഇതിന് മുന്നേ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. ലൈൻ നമ്പർ 29 നിങ്ങൾ ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് പേ മൈനസ് ടോട്ടൽ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് പ്രിന്റ് ചെയ്ത് യൂസറിന് കാണിച്ചു കൊടുക്കുന്നു. പിന്നെ അടുത്ത ആളോട് വരാൻ പറയും. ഇതാണ് പേയ്മെന്റിന്റെ ഭാഗം. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം വോളിയം ചെക്ക് ചെയ്യലാണ്. അപ്പൊ നമ്മൾ ചെക്ക് മാക്സ് വോളിയം എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരാമീറ്റർ നമ്മൾ അവിടെ കോൾ ചെയ്യുന്നു. വീണ്ടും നമ്മളൊരു വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, എൻട്രി ഗ്രേറ്റർ ദാൻ ദ മാക്സ് വോളിയം. നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് ആ ഒരു എൻട്രി എന്ന് പറയുന്നത് എന്തായിരിക്കണം, അത് മാക്സ് വോളിയത്തിനെക്കാട്ടും കുറവായിരിക്കണം. അപ്പൊ നിങ്ങളുടെ എൻട്രി അതിനെക്കാട്ടും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടും, മാക്സിമം അലൗഡ് പെർ യൂസർ ഈസ് 10 ലിറ്റർ, സോ പ്ലീസ് എൻ്റർ എ വാല്യൂ ലെസ് ദാൻ 10. അതായിരിക്കും എൻട്രിയിലേക്ക് സേവ് ആവുക. എൽസ് കണ്ടീഷൻ നമ്മൾ പാസ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് വേറെ എൽസ് കണ്ടീഷൻ ഒന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ഇതിനെ പാസ് ചെയ്ത് വിടുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എൻട്രീനെ റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഒരു യൂസർ മാക്സ് വോളിയത്തിനെക്കാട്ടും കൂടുതലാണെങ്കിലാണ് ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. അതിന് മാക്സ് വോളിയം എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് 10 ലിറ്റർ എന്നുള്ളത് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ എൻട്രി 10 ലിറ്ററിൽ കൂടുതലാണെങ്കിൽ യൂസറിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കണം, എന്ത് 10 ലിറ്ററിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്. അപ്പൊ നിങ്ങളുടേതായ രീതിയിൽ ആ ഫംഗ്ഷൻ നിങ്ങൾക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അടുത്തത്. നമുക്ക് എന്ത് ചെയ്യണം, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം കോസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അവിടേക്ക് 2 ആൾക്കാരാണ് പോകുന്നത്, പ്രൈസ് ലിസ്റ്റും പ്രൈസും. ഓക്കെ, ഇതാണ് 2 പാരാമീറ്റേഴ്സ്. അതിന്റെ ഉള്ളിൽ നടക്കുന്നതൊക്കെ നമ്മൾ ഇതിന് മുന്നേ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കസ്റ്റമർ ചോയ്സ് ചോദിക്കുന്നു. അത് ഇൻപുട്ട് ആയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ യൂസർ ഇൻപുട്ട് ആണ്. അപ്പൊ എന്താ അവിടെ ചോദിക്കുന്നത്, നമുക്ക് 3 തരത്തിലുള്ള പാക്കറ്റ്സ് ഉണ്ട്, ആ രീതിയിൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അത് യെസ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്,
നിങ്ങളുടെ 1/2 ലിറ്ററിനുള്ള പ്രൈസ്, അതുപോലെ തന്നെ 1 ലിറ്ററിനുള്ള പ്രൈസ്, അതുപോലെ തന്നെ 5 ലിറ്ററിനുള്ള പ്രൈസ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സം ചെയ്യണം. എന്നിട്ട് നിങ്ങൾ അത് ഓരോ പ്രാവശ്യം ലൂപ്പ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ആദ്യത്തെ പ്രൈസ് മാറുന്നതുകൊണ്ട് നിങ്ങൾ അത് വേറൊരു വേരിയബിളിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ട് അതിലേക്ക് പ്രൈസ് ആഡ് ചെയ്യാണ്. ഇത് കഴിഞ്ഞ കോഡിന്റെ അതേ പീസ് തന്നെയാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഉൾപ്പെടുത്തി എന്നുള്ളൂ. അതുപോലെ തന്നെ എൽസ് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് നേരിട്ട് നമുക്ക് ലിറ്ററിന്റെ കാര്യം ചോദിക്കാവുന്നതേ ഉള്ളൂ. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലിറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. അവിടെ നിങ്ങൾ നോക്കുക, മുന്നേ ഡിഫൈൻ ചെയ്ത ഒരു ഫംഗ്ഷനെ വിളിക്കുന്നു. ആൻഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നതാണ് അവിടുത്തെ എൻട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയാണ്. അപ്പൊ നിങ്ങൾ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്ത ഉടനെ നിങ്ങളുടെ പഴയ കണ്ടീഷനുമായിട്ട് ചെക്ക് ചെയ്യുന്നു. അതിനനുസരിച്ച് വീണ്ടും നിങ്ങൾക്ക് ആ ലിറ്റർ ഡെഫിനിഷൻ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഫംഗ്ഷൻ റൺ ചെയ്ത് ലിറ്റർ ഡെഫിനിഷൻ മാറ്റുന്നു. എന്നിട്ട് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ അത് കോസ്റ്റ് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു. ഉടനെ കോസ്റ്റ് പ്രിന്റ് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ നിങ്ങൾ യൂസറിന് പാസ് ചെയ്യുന്നു. യൂസറിന് പാസ് ചെയ്ത് കഴിഞ്ഞാലോ പിന്നെ പേയ്മെന്റ് ആണ് നടക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷനെ നിങ്ങൾ അവിടെ വിളിക്കുന്നു. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ കാണാം, ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ തന്നെയാണ് മറ്റ് ഫംഗ്ഷൻസിനെ വിളിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് നിങ്ങളുടെ കോഡ് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് എങ്ങനെയാണ് നമുക്ക് റൺ ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും, ഈ കോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അവസാനം അത് റൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇത്രയും നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് എന്താണ്, ജസ്റ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു എന്നുള്ളൂ. നമ്മൾ എവിടെയും വിളിച്ചിട്ടില്ല, അല്ലെ? നമ്മൾ മെയിൻ ഫംഗ്ഷൻസിനെ ഒന്നും എവിടെയും വിളിച്ചിട്ടില്ല. ഫംഗ്ഷന്റെ ഉള്ളിൽ കുറച്ച് ഫംഗ്ഷൻസിനെ വിളിച്ചിട്ടുണ്ടെങ്കിലും ആ മെയിൻ ഫംഗ്ഷൻ നമ്മൾ എവിടെയും വിളിച്ചിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ലൂപ്പ് ഇട്ടിട്ട് ആ ഫംഗ്ഷൻസിനൊക്കെ വിളിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, പ്രിന്റ് ചെയ്യുന്നു, ഒരു വെൽക്കം നോട്ട് കൊടുക്കുന്നു കസ്റ്റമറിന്. പിന്നെ നമ്മളൊരു വൈൽ ട്രൂ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഇൻഫൈനൈറ്റുള്ള ലൂപ്പ് റൺ ചെയ്യുന്നു. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ പ്രോസസ്സ് തുടങ്ങുന്നതിന് മുന്നേ തന്നെയുള്ള ടൈം ആണ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ സേവ് ആവുന്നത്. പിന്നീട് ടൈം ഡോട്ട് സ്ലീപ്പ് എന്നുള്ളൊരു മെത്തേഡിനെ നമ്മൾ വിളിക്കുന്നു. അതൊരു 2 സെക്കൻഡ് ഡിലേ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ കൊടുത്താൽ മതി, നിർബന്ധമില്ല. ഡിലേ കൊടുത്ത ഉടനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, അടുത്ത നമ്മുടെ യൂസർ ഇൻപുട്ട് എന്താണോ എന്നുള്ളത് അത് ചോദിക്കുന്നു. നിങ്ങൾ ആ കൊടുക്കുന്ന എൻട്രി ഉടനെ അത് മെത്തേഡ് ലോവർ അപ്ലൈ ചെയ്തിട്ട് അതിനെ ലോവർ ചെയ്യുന്നു. പിന്നെ നിങ്ങൾ അവിടെ വീണ്ടും നിങ്ങളുടെ ഇഫ് കണ്ടീഷൻ കൊണ്ടുവരുന്നു. ഇഫ് ഐറ്റം ഏതാണ് അതിനനുസരിച്ചുള്ള ഒരു കോസ്റ്റ് കാൽക്കുലേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ കോസ്റ്റ് അണ്ടർസ്കോർ കാൽക്കുലേഷൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ്. ആ ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്നു. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ആർഗ്യുമെന്റ് ആയിട്ട് പോകുന്ന ആൾക്കാർ. ഇപ്പൊ മിൽക്ക് ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാൽക്കുലേഷൻ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിൽക്ക് അണ്ടർസ്കോർ പ്രൈസ് അണ്ടർസ്കോർ ലിസ്റ്റും മിൽക്ക് പ്രൈസും ആണ് നിങ്ങൾ അവിടെ കൊടുക്കുന്നത്. സിമിലർലി നിങ്ങളുടെ ഓപ്ഷൻ ഈ കേർഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അതേ ഫംഗ്ഷനെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം കാൽക്കുലേഷൻ എല്ലാം സെയിം ആണ്. ആകെ നിങ്ങൾ മാറ്റം വരുത്തുന്നത് എന്തിലാണ്, നിങ്ങളുടെ ആർഗ്യുമെന്റ്സിലാണ് നിങ്ങൾ മാറ്റം വരുത്തുന്നത്. അവിടെ നിങ്ങൾ കേർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൈസ് ലിസ്റ്റും അതുപോലെ തന്നെ പ്രൈസും ആണ് നിങ്ങൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ഫംഗ്ഷനെ കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾ മനസ്സിലാക്കി വിചാരിക്കുന്നു. ഒരുപാട് സ്റ്റെപ്പ് 2 സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു ഫംഗ്ഷൻ വെച്ചിട്ട് ആ ഒരു കോഡിനെ നമ്മൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു എൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾ മിൽക്കും അല്ല കേർഡും അല്ലാത്ത ഒരു ഓപ്ഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു, നിങ്ങളുടെ ഓപ്ഷനിൽ തെറ്റുണ്ട് എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ മിൽക്കും കേർഡും ബോത്ത് എന്നുള്ള ഒരു കണ്ടീഷൻ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് ഫംഗ്ഷൻ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ നെറ്റ് സമയം അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആ സമയം പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. HMS അണ്ടർസ്കോർ സ്ട്രിംഗ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടൈം മൊത്തം ഈ പ്രോസസ്സിന് വേണ്ടി എടുത്തിട്ടുള്ള സമയം എത്രയാന്നുള്ളത് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടുന്നു. അപ്പൊ ഈ കോഡ് റൺ ചെയ്തിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ആവുന്നത്. അപ്പൊ ഞാൻ കോഡ് റൺ ചെയ്തു. നിങ്ങൾക്കറിയാം ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട്. കാരണം ടൈം ഡോട്ട് സ്ലീപ്പ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് നമ്മൾ കൊടുത്തു. അതുകൊണ്ടാണ് വെൽക്കം ടു പൈത്തൺ വെൻഡിങ് മെഷീൻ എന്നുള്ളത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഡിലേ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വുഡ് യു ലൈക്ക് ടു ബൈ മിൽക്ക് ഓർ കേർഡ് എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഞാനിവിടെ മിൽക്ക് കൊടുക്കുന്നു. ഉടനെ നമ്മളെടുത്ത് ചോദിക്കുന്നു നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസും വേണോ എന്നുള്ളത്. അപ്പൊ ഞാൻ ആദ്യം യെസ് കൊടുക്കുന്നു. യെസ്, നിങ്ങളുടെ ഓപ്ഷൻസ്, ഓരോ പാക്കറ്റിന്റെ ഓപ്ഷൻസ് ഞാൻ 211 കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഓരോന്നും പ്രിന്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇതിന്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പ്രിന്റ് അൺചെക്ക് ചെയ്തിടാവുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ പ്രിന്റ് പ്രൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ ലൂപ്പിൽ കൊടുത്തോണ്ടാണ് ഓരോ പ്രാവശ്യം കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രൈസും പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അതിനൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ടോട്ടൽ പ്രൈസ് കിട്ടിയാൽ മതി എത്രയാന്നുള്ളത്. അത് 350 ആണ് കിട്ടുന്നുണ്ട്. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ കയ്യിൽ 350 എക്സാക്ട് ചേഞ്ച് ഇല്ല. അപ്പൊ നിങ്ങൾ 500 പേ ചെയ്യുന്നു. ഉടനെ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നു യുവർ ചേഞ്ച് വിൽ ബി 150 എന്നുള്ളത്. ആൻഡ് നിങ്ങളുടെ ഐറ്റം ഡിസ്പെൻസ് ചെയ്തു എന്നുള്ളത് വേണമെങ്കിൽ അവിടെ പ്രിന്റ് ചെയ്യാം. നമ്മളത് കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ഐറ്റം ഡിസ്പെൻസ് ചെയ്തു നിങ്ങൾ കരുതുക. ആൻഡ് താങ്ക് യു, നെക്സ്റ്റ് പ്ലീസ്. അപ്പൊ അടുത്ത ആള് വരണം. നിങ്ങൾ നെറ്റ് എടുത്ത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ താഴെ പ്രിന്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം 0 hours 1 minute ഓൾമോസ്റ്റ് 0.2 സെക്കൻഡ്. ഈ രീതിയിലാണ് നമ്മുടെ യൂസർ ടൈം പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് കേർഡ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇതുപോലെ കേർഡ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. യെസ് ഓപ്ഷൻ കൊടുക്കുന്നു. ഇതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുകയാണ് ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് വേണ്ടത്. വീണ്ടും ഞാൻ 211 കൊടുക്കുന്നു.
210 ആണ് കിട്ടുന്നത്. എൻ്റെ കയ്യിൽ 300 ആണ് എമൗണ്ട് ഉള്ളത്. സോ 90 നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നു. സിമിലർലി നിങ്ങൾ എടുത്ത സമയം നോക്കിക്കഴിഞ്ഞാൽ അറിയാം വളരെ കുറവാണ്, സെക്കൻഡ്സിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ യൂസർ ടൈമും നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. നമുക്ക് ഇനി അതർ കോമ്പിനേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഞാൻ മിൽക്ക് കൊടുക്കുന്നു, ഇപ്രാവശ്യം ഞാൻ നോ കൊടുക്കുന്നു. ഇവിടെ എൻ്റർ ദ ക്വാണ്ടിറ്റി ഇൻ ലിറ്റേഴ്സ്, നമുക്ക് ആകെ 100 ലിറ്റർ ആണ്, നമ്മളൊരു 150 കൊടുത്തു നോക്കുന്നു. ഈ സമയത്ത് നമ്മൾ ഇത് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എക്സാക്ട്ലി വർക്ക്ഔട്ട് ആവുന്നുണ്ട്. നിങ്ങൾ ലൈൻ നമ്പർ 54 നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ നമ്മളോട് പ്രിന്റ് ചെയ്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളോട് പറയുകയാണ് 10 ലിറ്റർ മാക്സിമം പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം അലൗഡ് പെർ യൂസർ 10 ലിറ്റർ ആണെന്ന് പറയുന്നു. നമുക്ക് വേണ്ട എൻട്രി നമ്മൾ 5 ലിറ്റർ എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം 250 എന്നുള്ളത് സം ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നുള്ളത് 250 എന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു 300 ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ 50 എന്നുള്ള ചേഞ്ച് നമുക്ക് കിട്ടി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എടുത്ത സമയം എത്രയാണെന്നുള്ളത് അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് കേസുകളൊക്കെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ കോഡ് ഒന്ന് നിങ്ങളുടേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ട് മറ്റ് കോമ്പിനേഷൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ആലോചിക്കുക ഈ ഒരു കോഡ് പെർഫെക്റ്റ് ആണോ, ഏതൊക്കെ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. നിങ്ങൾക്കറിയാം മൾട്ടിപ്പിൾ ലിസ്റ്റുകൾ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ലിസ്റ്റിനൊക്കെ പകരം നമുക്ക് ഡിക്ഷണറി കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ കോഡ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് ചിന്തിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻഫിനൈറ്റ് ലൂപ്പാണ്, നമുക്ക് നമ്മുടേതായ രീതിയിൽ ഈ ഒരു ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചിരുന്നു ട്രൈ ആക്സെപ്റ്റ് കണ്ടീഷനെ കുറിച്ച്. അപ്പൊ അത് നിങ്ങൾക്ക് ഈ കോഡിൽ എങ്ങനെ കൊണ്ടുവരാന്നുള്ളത് ചിന്തിക്കുക. നമ്മൾ ഇതേ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് മീ. വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് എപ്പിസോഡ്.